ഇത് ചീഞ്ഞ ക്യാബേജാണെന്ന് തോന്നല്ലേ, ഒരു വല്ലാത്തൊരു ഇത്. അതാണല്ലോ അയാളുടെ ദുബായി കോഴി ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. ദുബായിൽ ഇയാൾക്ക് വേറെ ഭാര്യ മക്കളുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും ഇയാൾ ആരാ? പത്മേച്ചിയുടെ ബന്ധത്തിലുള്ള ബന്ധുവാന്നാ പറയുന്നത്. ഓ അങ്ങനെ. ശരി ശരി. ചേച്ചി കത്തിക്ക് മുറിയാലാണ് കേട്ടോ, നോക്കണേ. അതേ കോഴി നോക്കുന്നുണ്ട് കേട്ടോ. ഒരു ഹായ് പറഞ്ഞു. ഹായ്. ലൈവ് ലൈവ്. ഇനി നമ്മൾ കലവറയിലേക്ക് അടക്കുകയാണ്. ഇവിടെ ധാരാളം സ്ത്രീകളുണ്ട്. പക്ഷേ കണ്ടുകിട്ടി കല്യാണ വീട്ടിൽ സുന്ദരക്കുട്ടിയെ കണ്ടുകിട്ടി. സൂസി എനിക്ക് മറു എന്റെ പേരെന്താ മനസ്സിലായി? നേരത്തെ മനസ്സിലായി. ഇതാണ് സൂസി. ഇപ്പഴാ ഈ ദാരിദ്ര്യമൊക്കെ മാറി ഒരു കമ്മായത്. എന്നതിലേക്കൊന്ന് പറഞ്ഞു തന്നെ. ഞാൻ പറഞ്ഞ മതിയോ? കുറച്ച് മധുരമായ ശബ്ദമാണ് വേണത്, അതുകൊണ്ടാണ് പറഞ്ഞോ. ഞാൻ സൂസിയുടെ ഭർത്താവ് സോളമൻ കെപി. മനിയേട്ടാ ഇവിടെ എത്തി ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇവിടുത്തെ ലൈറ്റ് മൊത്തം പണിയാണ് കേട്ടാ. അയാളാണെങ്കിൽ വൺ ഡേഞ്ചറാണ്. മുത്തഞ്ഞാത്തി മറ്റേ 4ാമത്തെ വീടല്ലേ? വളരെ 4ാമത്തെ വീടല്ലേ? ആ എത്തി ഇതേ മുറ്റത്തെത്തി. ശരി. ഒരു കാര്യം ഇതൊക്കെ ഇനി എപ്പോ കത്തിക്കാനാ? ആശാനെ മിനിമം 1 മണിക്കൂറെങ്കിലും അവിടെ എത്താൻ. അവന് വെറുതെ സീസ് കൊടുക്കലാണ്. അതൊന്നും കുഴപ്പമില്ല. അടി തുടങ്ങിയ റെജീനെ വിളിക്കണോ? ആദ്യം ഞാനൊരു തേട്ടടിക്കട്ടെ, എന്നിട്ട് മതി. ഈ തേട്ടി അടിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങോട്ടേക്ക് വന്നത്? എടാ, വെള്ളമടിക്കുമ്പോൾ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞാൽ തലയ്ക്ക് വെളിവും കാലിന് ഉറപ്പില്ലാതാന്നവരടിക്കണം. അതുപോലുള്ള ആൾക്കാർ കമ്പനി കിട്ടണം. കാലിന് ഉറപ്പില്ല, ഇനി തലയ്ക്ക് വെളിവും കൂടെ പോണം. അത് പണ്ടേ പോയതാണല്ലോ. സലി മാമനൊരുക്കി താടിയോ മാറ്റോണ്ട് വന്നു. ഏയ് അല്ല, അച്ഛൻ മിലിറ്ററിയില്ല. ഞാൻ ഇതുപോലത്തെ ഫംഗ്ഷന് പോകുമ്പോൾ 2-3 കുട്ടിയെടുത്ത് ബാഗിലിടും. നമ്പർ ഒന്ന് തന്നേക്കണം കേട്ടോ പോകുന്നതിന് മുമ്പേ. ആയിക്കോട്ടെ. ചീത്തയാക്കല്ലേ. ലൈറ്റോനെ, നീ ഇവിടെ നിൽക്കണ്ട കേട്ടോ. അവിടെ എല്ലാ ലൈറ്റും നിന്റെ DJ പോലെ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ടോ? സാധനമുണ്ടോ? ഞാൻ സലീനെ ഏൽപ്പിച്ചേക്കാം, അവനോട് ചോദിച്ചോ. ഞാൻ ലൈറ്റോനെ കണ്ടോളാം. അച്ഛോ അച്ഛോ സുരേഷേട്ടാ, പായസത്തിനുള്ളത് എങ്ങനെയാണ് ഇവിടെ വെച്ചാൽ മതിയാ? എങ്ങനെയും കുറച്ച് ബ്രെഡും ചിക്കനും സംഘടിപ്പിക്കണേ. ഷൈമോനോട് പറഞ്ഞിട്ട് വാങ്ങിച്ചില്ല. പൊന്നുവനെ മറക്കല്ലേ. അങ്ങാരി വീടെടുത്ത് തിരിച്ചു വെക്കുവേ. വാ മോളെ. അകത്ത് കയറി വാ. അടി ഫസ്റ്റ് ഫോർത്ത് സെക്കൻഡ് പൈസ ഇങ്ങോട്ട് എടുക്കേ. അച്ഛന് നടിക്കല്ലേ പണിക്കും പോടാ സൂത. എന്തിനാണോ ഞങ്ങളുടെ കാശ് മേടിക്കാൻ വന്നിരിക്കുന്നത്? കൈ ഇവിടെ തന്നെ ഇരിക്കട്ടെ. നല്ല വർക്കത്തുള്ളതാ. അടുത്ത ചീട്ടുകാരാണ്. നീയല്ലേ കുത്തണം. പന്തൽ അരിന്നോടത്തങ്ങനെ ഇരുന്നാ മതിയായിരുന്നു. സൂസിയൊക്കെ പോയി കാണോ? ഇല്ല, കൈയെടുക്കരുത്. വർക്കത്താ പോയി അപ്പൊ അവിടെ പോകും. കാശ് പൊത്തി പിടിച്ചോണേ. എന്താണ് ആശാനത്? വെട്ടോ ഇല്ല, വെളിച്ചോ ഇല്ല. വെട്ടല്ലേ ഒരു മോന്റെ മോനെ ഇവിടുത്തെ ചോറ് കയറ്റണ്ട. അല്ലെ കലവറയ്ക്ക് സ്പെഷ്യൽ ലൈറ്റ് ഇട്ട് തരണ്ടേ? ഞാൻ പോണേന് അടിച്ച സാധനം ഇറങ്ങിപ്പോയി. പെട്രോളൊന്നും ഇടതില് ഇന്നലെ ഒഴിച്ചാണല്ലോ. ശരിക്കും അങ്ങോട്ട് തുറക്ക്. ആ പെട്രോൾ ഉണ്ടാ? പിന്നെന്താണ്? അടി എടി, മഞ്ജു എന്തേ? അവളകത്തുണ്ടല്ലോ. ഇല്ലെന്ന് ഞാൻ നോക്കിയതല്ലേ. ഇല്ലേ? എന്നെ കൊണ്ട് ഇനി പറ്റില്ല. ചേട്ടൻ നോക്കിയോ?
മര്യാദക്ക് വെട്ടം വന്നില്ലെങ്കിൽ ഇതും കത്തിക്കും, നിന്നെ കത്തിക്കും. ഇയാളെ ഞാൻ നമ്പർ കാണാനില്ല. എടോ മനു, താനെ ഇവിടെ പോയി എടുക്കാണ്? ഇവിടെ കറണ്ട് പോയി ജനറേറ്ററൊക്കെ കേടാണ്. താനിപ്പോ വരാന്ന് പറഞ്ഞിട്ട്. മോനെ ഞാൻ ടൗൺ വരെ ഒന്ന് പോടാ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ഇച്ചിരി ലേറ്റ് ആവും, ചിലപ്പോൾ നേരം വിളിക്കും. സാറേ, ഈ ജാമ്യത്തിലിറക്കാൻ രണ്ടുപേരും മതിയോ? മതിയാവില്ലേ? 2 കൂട്ടുകാർ കിട്ടണം. ആ സൂസയും തപ്പി വന്ന സ്ഥലം കൊള്ളാം. ചേടാ, സംഭവം റെഡിയാ? ഒറ്റയടിക്കാൻ സ്റ്റാർട്ടായി. ഞാനൊരുപാട് നേരം നോക്കി, സംഭവം സെറ്റ് ആയില്ല. രാവിലെ നേരത്തെ റെഡിയാവാം. ജേട്ടാ, 5 റൂമിലുണ്ട് കേട്ടോ. അവൾ പുറത്ത് ബാത്റൂമിൽ പോയിരിക്കായിരുന്നു. അവിടെ മുറിയിലുണ്ടല്ലോ പാത്രം. അത് പിള്ളേരാരോ ഒരു കംപ്ലൈന്റ് ആയിരിക്കായിരുന്നു. ചേട്ടനിത് എന്താ പറ്റി? തീരുന്ന ഒരു സമാധാനമില്ല. മോളെ സാമ്പാർ. സന്തോഷം. വല്ലൊരുപ്പുണ്ടോടാ? വല്ലൊരുപ്പുണ്ടോ? വീട്ടിലുണ്ട്. ഞാൻ എടുക്കട്ടെ? വേണ്ട, ഞാനേ ഇവിടെ തിരക്ക് കഴിയുമ്പോൾ എത്താം. ശരി ചേട്ടാ, കാത്തോരനും കൂടി എടുത്തോ. ആ പെണ്ണിന് വലിയ താല്പര്യമൊന്നുമില്ല, സിംഗിളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ചേട്ടാ മിലിറ്ററി 2 വകുള്ളല്ലോ. കുഴപ്പമില്ല ചേട്ടാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ റെജിർക്ക പറഞ്ഞാൽ മതി. ശരി. ഓ, നമുക്കിനി സമാധാനമായിട്ട് പാട്ടൊക്കെ പാടിയിരുന്ന് അടിക്കാം. അല്ല, ടച്ചിങ്സ് ഇതേ ഉള്ളൂ. ചിക്കൻ കറി ഉണ്ട്, വരുന്ന വഴിക്ക് ചിക്കൻ കറിയാണോ? എന്നാ എടുക്കണ്ട, ഒരാവശ്യമുണ്ട്. നമ്മുടെ ശൈലപ്പള്ളിയില്ലേ, കേളന്, പുള്ളി വേണമെന്ന് പറഞ്ഞായിരുന്നു, ഞാൻ മറന്നുപോയി. ഹായ് ബ്രോസ്. ഹായ്. തരാം. ഓക്കേ. പ്രവാസിയാന്ന് പറഞ്ഞിട്ടെന്നാ, നമുക്കൊരു വെക്ക് കഴിച്ചാൽ ഇവിടെ ആരുമില്ല. ആ എല്ലാരും ഉണ്ടല്ലോ. ചേട്ടൻ കാടി. വേണ്ട. ഞാൻ ആ ജയൻ ഇരുന്നോണ്ട് ഇങ്ങോട്ട് വരാൻ. അവനാണ് ഒട്ടും അപ്ഡേഷൻ ഇല്ല. ഞാനാണ് ന്യൂജനും ആയിപ്പോയി. ആദ്യം നാടൻ, എന്നിട്ട് ഫോറിൻ. ഞാൻ ഒഴിച്ചുതരാ. പുരുഷനല്ലേ ഒഴിച്ചോളാം. എത്ര ഒഴിച്ചതാ? നാടനും ഇതോടെ മിക്സായ വല്ല കുഴപ്പമുണ്ടോ? നല്ല സാധനമല്ലേ? ആണോ? പക്ഷെ എനിക്ക് എന്നാന്ന് അറിയില്ല, വയറുവേദന ഉണ്ടാവും. നാളെ കല്യാണമൊക്കെ ഉണ്ടാണുള്ളതല്ലേ. ഞാനിത് അങ്ങ് എടുക്കുക. നമുക്ക് നാളെ കൂടാം. പുഷ്പനല്ല ഹെയർ. ശുഭരാത്രി. ഇനി പോയിട്ട് ഈന്തപ്പഴം കഴിക്കണം. ഞാൻ അവനോട് സംസാരിച്ചു. അവൻ്റെ വർത്തമാനം കേട്ട് എനിക്ക് നിന്നെയാണ് തല്ലാൻ തോന്നുന്നത്. എടോ, അവൻ്റെ ഫാമിലി സ്റ്റേറ്റസ് ഒക്കെ അവിടെ വലുത്. അവൻ്റെ വഴിക്ക് പോയി. നീ ഇത് വിട്ടേക്കുമ്പോളെ. അഞ്ജു, നാളെ മുതൽ പുതിയൊരു ലൈഫ് തുടങ്ങാൻ പോവാ. നീ ഇവിടെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നറിയാവുന്നതുകൊണ്ടല്ലേ ഞങ്ങൾ ഇന്നിവിടെ നിൽക്കാൻ തീരുമാനിച്ചു തന്നെ.
എടോ ഇതാണ് റിയാലിറ്റി. നീ അതിനെ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ബി പോസിറ്റീവ്. ഒന്ന് ചിരിച്ച് സന്തോഷമൊക്കെ ആയിട്ടിരിക്കുക. ഓക്കെ? അവക്ക് കൊടുത്താൽ മതി. എന്റെ മക്കളെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഉറങ്ങാൻ ചേച്ചി. എന്തോ അളിയൻ കുറെ നേരമായിട്ട് കലവറ നിൽപ്പുണ്ട്. അയാളെങ്ങനെ ചൊറിഞ്ഞാൽ അയാൾ മുളകൊടി ഒരു കണ്ണിലെറിയും. നീ പോയി അളിയനെ വിളിച്ചോണ്ട് വന്നേ. എന്റെ ഈശ്വരി, അങ്ങനത്തെ ഒരു കാര്യം. നിങ്ങളെല്ലാവരും ഇവിടെ കഥ പറഞ്ഞോണ്ട് വന്നു കേട്ടാ. വാ പോ. ചേട്ടാ ബ്രെഡും ചിക്കനും എടുത്തു വെച്ചിട്ടുണ്ട്. ആ 9:45 ആ 2 മിനിറ്റും കൂടെ ഉള്ളു. അവിടെ എത്തുമ്പോഴത്തേക്കിനാവും. ചേട്ടൻ വാ. കുരുമുളകൊക്കെ ഇട്ട് വെച്ച നല്ല കറിയാ. അയ്യോ എടി സൂര്യേ, ഞാനിവിടെ വെച്ചിരുന്ന ബ്രെഡും ചിക്കനും നീ കണ്ടോടി? ഇല്ലല്ലേ ചേച്ചി. ചേച്ചി ഇതെവിടെ വെച്ചേ? എടി ഞാനത് അവിടെ ആടി വെച്ചത്. അയ്യോ എന്റെ ദൈവമേ, ഇനി അങ്ങാരോ ഒന്ന് ചോദിക്കുമ്പോ ഞാൻ എന്റെ ബ്രെഡും ചിക്കനും क्या? मुझे ऐसा लग रहा कि तू गैर कानूनी तरीके से सीमा पार कर भारत पर आई हुई पाकिस्तानी आतंकवादी है। मेरा ब्रेड और चिकन की कसम, एक बॉम्ब होता है तो जिसी तरीके से पाकिस्तान का सीमा को तोड़ता, उसी तरीके से ये घर को और तुझे भी तोड़ता था। देशद्रोही। എന്റെ പൊന്നളിയ, ഒരു ചിക്കന്റെയും ബ്രെഡിന്റെയും കാര്യത്തിൽ ഇത്രയൊക്കെ ഹിന്ദി പറയേണ്ട വല്ല കാര്യമുണ്ടോ? കൊച്ചു പിള്ളേരെ പോലെ ഞങ്ങൾക്ക് ആർക്കും ഒരു തേങ്ങയും മനസ്സിലാവണില്ല. चुप रहो। कौन आड़ा निंदा पिल्लारे? मैं देश का रक्षक കേണൽ ശൈലപ്പ हूं। കഞ്ഞിയപ്പുകാരോട് സംസാരിക്കുള്ളൂ, എന്നോട് സംസാരിക്കരുത്. ഉള്ളു കപ്പട്ട. ഹേ കേണൽ സാബ്, സമാധാനം സമാധാനം. കിരൺ ഭയ്യ, മിലിറ്ററി ജീവിതം എനിക്ക് സമ്മാനിച്ചത് 2 ഡിസിപ്ലിനാണ്. 1 ബ്രെഡും ചിക്കനും, അതിപ്പോ ഇന്നങ്ങ് മൂഞ്ചി. 2 കക്കൂസി പോവാൻ 2 സിഗരറ്റ്. ഇക്കണക്കിന് അതും ഇങ്ങനെ അത് ഞാൻ റെഡിയാക്കി തരാം. എന്നെ വിശ്വസിക്കാം. ഞാനിവിടെ എൻ്റെ ഫിയാൻസിയുടെ ഒപ്പം കല്യാണം കൂടെ വന്നാണ്. എനിക്കങ്ങനെ ആരോടൊന്നും പരിചയമൊന്നുമില്ല. ഇപ്പോഴാണ് എനിക്ക് പറ്റിയൊരു നല്ല സുഹൃത്തിനെ കിട്ടിയത്. അപ്പൊ സാബിരുന്നടിക്ക് നമുക്ക് ലാഭമാണ്. ഏട്ടിയുടെ കള്ളുകൂടി ചീട്ടുകളൊക്കെ ആയിരിക്കും. നീ അഞ്ചനും കൂട്ടി അമ്മാൻ്റെ കൂട്ടി പോയി കിടക്കും. കൂട്ടുകാരി കൊച്ചിനെ വിളിച്ചോ? ആ അത് നന്നായി. അഞ്ജനയുടെ മുറിയിലെ ബാത്റൂമും കേടാ. ജയേട്ടനെ ഞാൻ ആ തെക്കേ മുറി വിരിച്ചിട്ടുണ്ട്. നാളത്തേക്കുള്ള ഡ്രസ്സ് അവിടെ വെച്ചേക്കാട്ടോ. ആ പിന്നെ അമ്മായി പുരുഷമാമന്റെ ഡ്രസ്സും അവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് പറഞ്ഞേക്കണേ. കുഞ്ഞപ്പൻ ഈ സാധനം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഫോറിൻ. എനിക്ക് സത്യത്തിൽ ഈ ഓണം ജാതി കല്യാണത്തിന് വേണ്ട ഒരു താല്പര്യമില്ലായിരുന്നു. എന്റെ പെണ്ണുമ്പിടെ നിർബന്ധം കൊണ്ടോ എനിക്ക് ജയനുണ്ടല്ലോ, അവനെ കണ്ട ഒറ്റ ചവിട്ട് കൊടുക്കാൻ തോന്നും. പക്ഷെ നിങ്ങളെ കണ്ടപ്പോൾ ഞാൻ ഹാപ്പിയായി. കല്യാണ പെണ്ണിന്റെ കൊച്ചനായ എനിക്ക് തരുന്ന മര്യാദ നിങ്ങൾക്ക് അറിയാലോ. വീട്ടിൽ ഒരുപാട് പരിപാടി മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ചീട്ട് കളിച്ചിരിക്കണേ. സത്യത്തിൽ ഈ സാധനം കണ്ടപ്പോഴാണ്, അല്ല ചേട്ടനെ കണ്ടപ്പോഴാണ് എനിക്ക് സന്തോഷം. എന്നാ നമുക്ക് ഫേസ്ബുക്കിൽ ലൈവ് പോയാലോ? സാറെ കുഞ്ഞപ്പനെ കൈ കഴിക്കുന്നു. അയ്യോ അതെ, ഞാൻ എവിടെ പോയാലും കുഞ്ഞപ്പ കൂടെ വരും. എന്റെ മെയിൻ കൈക്കാരനാണേ. എനിക്ക് ഗതിയില്ലാത്ത പാവങ്ങൾക്ക് പിച്ച കൊടുക്കുന്ന വലിയൊരു ആശ്വാസമാണ്. കുഞ്ഞപ്പൻ കഴിക്ക്, വില കൂടിയതാ, കുറച്ചെടുത്താൽ മതി. അയ്യോ അത് വേണ്ട സാറേ. സാറിനൊക്കെ ഒഴിച്ചു വെച്ച സാധനം ഞാനെടുത്ത് കുടിക്കാന്ന് വെച്ചാ അതിന് കുഞ്ഞപ്പനായിട്ടില്ല. ഓ എന്നാ വിനയോ. അതെ അതെ, മൊത്തം കയറ്റ വന്നോ. സൂക്ഷിച്ച് പിടിച്ചോണം. കൊച്ചമ്പ കുഞ്ഞപ്പൻ ലുക്കും ഇല്ല, റിച്ചർസും ഇല്ല, ലൈക്ക് കുറയും. ആ കല്യാണ പെണ്ണിന്റെ കൊച്ചച്ഛൻ കല്യാണ വീട്ടിൽ നിന്ന് സുഗതൻ. പറഞ്ഞു. കൊച്ചനാണെന്നുള്ള പേരേ ഉള്ളൂ. ചേട്ടനെ ഇവിടെ കല്യാണമാണ്. ഇതുവരെ വീട്ടിൽ നിന്ന്
ഒരു തുള്ളി കട്ടൻ ചായ പോലും കിട്ടിയിട്ടില്ല. ഇതുപോലൊരു കൂതറ കല്യാണം എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്റെ ഫാൻസ് അവന്റെ ഫാൻസ്. കുഞ്ഞപ്പാ എല്ലാം മനസ്സിലായടാ. എന്റെ കോണിയാക്ക് അടിച്ചു നിർത്തുന്നറിയാവോ? എന്റെ അമ്മയുടെ ഒരു ഫോറിൻ ആരാണ് ഇവിടെ ഗതിയില്ലാത്തത്? എടാ നീ എന്നെ ഫേസ്ബുക്കിൽ കയറ്റി വിട്ടോടാ. എടാ ദുബായ് പട്ടി ചെറ്റ തെണ്ടിക്കുണ്ടായ പന്ന കഴിവറ മോനെ. കുഞ്ഞപ്പാ എന്നതാണത്? പട്ടി സൂത ആരാണ് നിന്റെ കൈക്കാരൻ? രണ്ടിനെയും കുത്തി കൊറയാൻ പുറത്തെടുക്കും അവന്റെ ഒരു ദുബായ്. ചേട്ടന്റെ കള്ളും മേടിച്ച് കുടിച്ചോണ്ട് ചേട്ടനെ തെറി വിളിച്ചില്ലേ അവൻ? കാണിച്ചു കൊടുക്കാൻ പറയാൻ വന്നേ. സാധനം ഇരിപ്പുണ്ടോ നീ? ഇനി ഉണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് അടിച്ചോളാം. ഞാൻ പ്രശ്നക്കാരനല്ല. ഹലോ, അഞ്ജനയുടെ അമ്മയല്ലേ? ആ അതെ, അഞ്ജുടെ അമ്മ ആരാ? അഞ്ജനെ കെട്ടാൻ പോകുന്ന സന്ദീപില്ലേ, അവന്റെ കാമുകയാ. അവൻ എന്നെ ചതിച്ചിട്ട് ഈ കല്യാണം കഴിക്കുന്ന എനിക്കൊന്ന് കാണണം. നടത്തത്തില്ല ഞാൻ. ഹലോ ഹലോ, എടി സൂര്യ, എന്താ ചേച്ചി? ഏതോ ഒരു പെണ്ണ് എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് സന്ദീപിന് ഏതോ പ്രേമുണ്ടെന്ന്, ഈ കല്യാണം നടത്തൂലെന്നൊക്കെ പറയുന്നുണ്ട്. കല്യാണം നടത്തില്ലെന്നോ? ആര്? ദേ കണ്ടില്ലേ, ഇതേതോ പിള്ളേര് പറ്റിക്കാൻ ചെയ്ത പണിയാ. എടി ജയനോടൊന്ന് പറയണ്ടേ? നല്ല കാര്യായി. ജയേട്ടന് അതിലും വലിയ ഇതായിട്ട് നടക്കുക. ഏതോ പിള്ളേര് തമാശ കാണിച്ചതിന് ചേച്ചി പോയി കിടന്ന് ഉറങ്ങാൻ നോക്കി. ബാ.